ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറ്റിനറി സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിൽക്ക് ഫീവർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ കാൽഷ്യം, ഓപ്ഷൻ ബി വിറ്റമിൻസ്, ഓപ്ഷൻ സി സോഡിയം ആൻഡ് ഓപ്ഷൻ ഡി അയൺ. മിൽക്ക് ഫീവർ എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കാൽഷ്യമാണ്. ഇതിനെ പോസ്റ്റ് പാട്രിയൻ ഹൈപ്പോകാൽസീമിയ എന്നും പറയുന്നു. ഈ മിൽക്ക് ഫീവർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാൽഷ്യം കുറയുമ്പോഴാണ് ഹൈപ്പോകാൽഷ്യമീയ. ഇതിനെ എന്താണ് വിളിക്കുന്നത്? പോസ്റ്റ് പാട്രിയൻ ഹൈപ്പോകാൽഷ്യമീയ. ഇനി ഇത് കണ്ടുവരുന്നത് ഡെയറി കാറ്റിൽസിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇത് ഉണ്ടാകുന്നത് പാർട്ടുറേഷൻ്റെ സമയത്തും അതുപോലെ തന്നെ ലാക്ടേഷൻ ചെയ്യുന്ന സമയത്തുമാണ് ഈ ഹൈപ്പോകാൽഷ്യമീയ കണ്ടുവരുന്നത്. ഈ ലാക്ടേഷൻ്റെ ടൈമിൽ കൊളസ്ട്രോമിനും അതുകൊണ്ട് തന്നെ മിൽക്ക് പ്രൊഡക്ഷനും വേണ്ടിയിട്ട് ബോഡിയിൽ എക്സസ് ഡിമാൻഡ് ഉണ്ടാകും കാൽഷ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ബോഡിയിൽ സാധാരണഗതിയിൽ കാൽഷ്യം കുറഞ്ഞു വരും. അങ്ങനെയാണ് ഈ ഹൈപ്പോകാൽഷ്യമീയ എന്ന സ്റ്റേജ് വരുന്നത്, അല്ലെങ്കിൽ മിൽക്ക് ഫീവർ അല്ലെങ്കിൽ പോസ്റ്റ് പാട്രിയൻ ഹൈപ്പോകാൽഷ്യമീയ എന്ന് പറയുന്നത്. ഇത് കണ്ടുവരുന്നത് ഡയറി കാറ്റിൽസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which one is the meat preservating agent? Option A acetic acid, option B sodium nitrate, option C citric acid and option D all. ഇതിലെ ഏതാണ് മീറ്റ് പ്രിസർവേറ്റിംഗ് ഏജൻറ്റ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ സോഡിയം നൈട്രേറ്റ് ആണ്. സോഡിയം നൈട്രേറ്റും അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം നൈട്രേറ്റും ആണ് മെയിൻലി മീറ്റിന് പ്രിസർവേറ്റിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മയോഗ്ലോബിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓക്സിജൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുന്നു. അതുവഴി ഈ മീറ്റിന് റെഡ് കളറ് നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ മീറ്റ് പ്രിസർവേറ്റിംഗ് ഏജൻറ്റ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം നൈട്രേറ്റ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 to 2 ഇയർ ഏജ് ഓഫ് ഗോട്ട് ഈസ് കോൾഡ്. 1 തൊട്ട് 2 വയസ്സുള്ള ആടിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ബക്ക്, ഓപ്ഷൻ ബി ഇയർലിംഗ്, ഓപ്ഷൻ സി ഗിൽറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കബ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇയർലിംഗ്. 1 തൊട്ട് 2 വയസ്സുള്ള ആടിനെ ഇയർലിംഗ് എന്ന് പറയുന്നു. ഇനി ബാക്കി ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. കബ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബേബി ലയനെയാണ് കബ് എന്ന് പറയുന്നത്. അടുത്തത് ബക്ക്. ബക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഓഫ് ഡിയർ, റാബിറ്റ്, ഷീപ്പ് ആൻഡ് ഗോട്ട്. ഡിയറിൻ്റെയും റാബിറ്റിൻ്റെയും ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയൊക്കെ മെയിലിനെയാണ് പറയുന്നത് ബക്ക് എന്ന് പറയുന്നത്. ഇനി ഗിൽറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിന് അണ്ടറിൽ വരുന്ന ഫീമെയിൽ പിഗിനെയാണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ഇത് തെറ്റിക്കല്ലെല്ലാം കൂടെ. ബക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഡിയറിൻ്റെയും റാബിറ്റിൻ്റെയും ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും മെയിലിനെ ബക്ക് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിന് താഴെയുള്ള പിഗിനെ ഗിൽറ്റ് എന്ന് പറയുന്നു. ഇയർലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 2 വയസ്സുള്ള ആടിനെയാണ് ഇയർലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നോർമൽ ടെമ്പറേച്ചർ ഓഫ് ആൻ അഡൽട്ട് കൗ. ഓപ്ഷൻ എ 101.1 ഫാരൻഹീറ്റ്, ഓപ്ഷൻ ബി 102.3 ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി 105.1 ഫാരൻഹീറ്റ് ആൻഡ് ഓപ്ഷൻ ഡി 106.2 ഫാരൻഹീറ്റ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 101.1 ഫാരൻഹീറ്റ് ആണ് ഒരു അഡൽട്ട് കൗവിൻ്റെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 38.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെങ്കിലും പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കാസ്ട്രേറ്റഡ് മെയിൽ ഗോട്ട് ഈസ് ഓപ്ഷൻ എ ബാരോ, ഓപ്ഷൻ ബി ബോർ, ഓപ്ഷൻ സി വീദർ ആൻഡ് ഓപ്ഷൻ ഡി ബക്ക്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വീദർ ആണ്. കാസ്ട്രേറ്റ് ചെയ്ത മെയിൽ ഗോട്ടിനെ എന്താണ് വിളിക്കുന്നത്? വീദർ എന്നാണ് വിളിക്കുന്നത്. ഇനി കാസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൽസിലെ ടെസ്റ്റിക്കിൾസ് റിമൂവ് ചെയ്യുന്നതിനെയാണ് കാസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ബാരോ എന്താണെന്ന്. ബാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ പിഗിനെയാണ് ബാരോ എന്ന് പറയുന്നത്. അതായത് കാസ്ട്രേറ്റ് ചെയ്ത മെയിൽ പിഗിനെയാണ് ബാരോ എന്ന് പറയുന്നത്. ഇനി ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്ട്രേറ്റ് ചെയ്യാത്ത മെയിൽ പിഗിനെയാണ് ബോർ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ തെറ്റിക്കല്ല്.
കാസ്ട്രേറ്റ് ചെയ്ത മെയിൽ പിഗിനെയാണ് ബാരോ എന്ന് പറയുന്നത്. കാസ്ട്രേറ്റ് ചെയ്യാത്ത മെയിൽ പിഗിനെയാണ് ബോർ എന്ന് പറയുന്നത്. വീതർ എന്ന് പറഞ്ഞാൽ കാസ്ട്രേറ്റ് ചെയ്ത മെയിൽ ഗോട്ടിനെയാണ് വീതർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ബർത്ത് വെയ്റ്റ് ഓഫ് പിഗ്ലെറ്റ്സ്. ഓപ്ഷൻ എ 1.5, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി 2.5. പിഗ്ലെറ്റ്സിൻ്റെ ആവറേജ് ബർത്ത് വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1.5 ആണ് പിഗ്ലെറ്റ്സിൻ്റെ ആവറേജ് ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത്. യങ് ബേബി ഓഫ് പിഗ് ആണ് പിഗ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെലിവറിങ് യങ് വൺസ് ഇൻ പിഗ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ പിഗ്ലെറ്റിംഗ്, ഓപ്ഷൻ ബി ഫാരോയിങ്, ഓപ്ഷൻ സി ടപ്പിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഫോളിംഗ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫാരോയിങ്. ഡെലിവറിങ് യങ് വൺസ് ഇൻ പിഗ്സിൽ യങ് വൺസിനെ ഡെലിവറി ചെയ്യുന്നതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാരോയിങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ബാക്കി ഓപ്ഷൻസ് ടപ്പിംഗ് ആൻഡ് ഫോളിംഗ്. ടപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്റ്റിംഗ് ഇൻ ഷീപ്പിനെയാണ് ടപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഫോളിംഗ് എന്ന് പറഞ്ഞാൽ ഡെലിവറിങ് എ ഫോൾ. ഒരു ഹോഴ്സിനെ ഡെലിവർ ചെയ്യുന്നതിനെയാണ് ഫോളിംഗ് എന്ന് പറയുന്നത്. ടപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷീപ്പിനെ മെയ്റ്റ് ചെയ്യുന്നതിനാണ് ടപ്പിംഗ് എന്ന് പറയുന്നത്. ഫാരോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്സിൽ ഡെലിവറി ചെയ്യുന്നതിനെയാണ് ഫാരോയിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം ഇൻ്റർവൽ ബിറ്റ്വീൻ മിൽക്കിംഗ് ഓഫ് എ കൗ. ഓപ്ഷൻ എ 6 hours, ഓപ്ഷൻ ബി 2 hours, ഓപ്ഷൻ സി 10 hours ആൻഡ് ഓപ്ഷൻ ഡി 18 hours. ഒരു കൗവിൻ്റെ 2 മിൽക്കിങ് എത്ര ഇൻ്റർവെലിന് ബിറ്റ്വീൻ ആയിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 6 hours, 6 മണിക്കൂറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിഗ്ലെറ്റ് അനീമിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. ഓപ്ഷൻ എ കാൽഷ്യം, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി വിറ്റാമിൻസ് ആൻഡ് ഓപ്ഷൻ ഡി മിനറൽസ്. പിഗ്ലെറ്റ് അനീമിയ എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അയൺ ആണ്. അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പിഗ്ലെറ്റ് അനീമിയ ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഓൺ ഗോഡ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ മഖ്ദൂം, ഓപ്ഷൻ ബി ബിക്കാനർ, ഓപ്ഷൻ സി റേവാരി ആൻഡ് ഓപ്ഷൻ ഡി സോനിപത്ത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഓൺ ഗോഡ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മഖ്ദൂമിലാണ്. യുപിയിലെ മഖ്ദൂമിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഫോർ ഗോഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് റോ ചിക്കൻ മീറ്റ്. ഓപ്ഷൻ എ 75%, ഓപ്ഷൻ ബി 90%, ഓപ്ഷൻ സി 25% ആൻഡ് ഓപ്ഷൻ ഡി 50%. റോ ചിക്കൻ മീറ്റിൽ എത്ര മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 75% മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട് റോ ചിക്കൻ മീറ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, CIFE സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫാമിംഗ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിഷറീസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിഷറീസ് എഡ്യൂക്കേഷനാണ് CIFE. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെങ്കിലും പഠിച്ചിരിക്കണം. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. CIFE സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി കമ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സ്റ്റൊമക് ഈസ് പ്രസൻറ്റ് ഇൻ റൂമിനൻസ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2 ആൻഡ് ഓപ്ഷൻ ഡി 4. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 4 ആണ്. റൂമിനൻസിന് എത്ര സ്റ്റൊമക്ക് ഉണ്ട്? 4 പാർട്സ് ഉണ്ട്. റൂമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഈറ്റ് ചെയ്യുന്ന ആനിമൽസ് ആണ്. ഇതിന് 4 പാർട്സ് ഉണ്ട് സ്റ്റൊമക്കിന്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 4 പാർട്സ്? റൂമൻ, റെട്ടിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. ഈ 4 പാർട്സാണ് റൂമിനൻസിന് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റൂമൻ, റെട്ടിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മെഷീൻ വാസ് ലോഞ്ച്ഡ് ഓൺ. ഓപ്ഷൻ എ 2013 to 2014,
ഓപ്ഷൻ ബി 2014 to 2015, ഓപ്ഷൻ സി 2002 to 2003 ആൻഡ് ഓപ്ഷൻ ഡി 2009 to 2010. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്നാണ് ലോഞ്ച് ചെയ്തത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2014 to 2015 ആണ്. ഈ നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഇനിഷ്യേറ്റ് ചെയ്ത ആരാണ്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ഇനിഷ്യേറ്റീവ് ചെയ്തത്. ഇത് ലൈവ് സ്റ്റോക്കിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ലൈവ് സ്റ്റോക്ക് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. ഇത് ലോഞ്ച് ചെയ്തത് 2014 to 2015. അടുത്ത ക്വസ്റ്റ്യൻ, ട്രൂ സ്റ്റൊമക് ഇൻ റൂമിനൻസ് ഈസ് ഓപ്ഷൻ എ ഒമാസം, ഓപ്ഷൻ ബി റൂമൻ, ഓപ്ഷൻ സി അബോമാസം ആൻഡ് ഓപ്ഷൻ ഡി റെട്ടിക്കുലം. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ, റൂമിനൻസിന് എത്ര പാർട്സ് ഉണ്ട്? സ്റ്റൊമക്കിന് 4 പാർട്സ് ഉണ്ടെന്ന് പഠിച്ചു. അതാണ് ഈ 4 പാർട്സ്: റെട്ടിക്കുലം, റൂമൻ, ഒമാസം ആൻഡ് അബോമാസം. ഇതിൽ ട്രൂ സ്റ്റൊമക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അബോമാസം. അബോമാസമാണ് ട്രൂ സ്റ്റൊമക്ക്, ശരിക്കുമായിട്ടുള്ള സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇനി ബാക്കി പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൂമൻ ആൻഡ് റെട്ടിക്കുലം, ഇതാണ് ആദ്യത്തെ 2 ചേംബർ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഫുഡിൻ്റെ ഫെർമെൻറ്റേഷൻ സംഭവിക്കുന്നു ബൈ മൈക്രോബിയൽ ആക്ടിവിറ്റി. അതുവഴി കാർബോഹൈഡ്രേറ്റും സെല്ലുലോസും ഒക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നു. അവിടുന്ന് ഈ ഫുഡ് നേരെ എങ്ങോട്ടേക്ക് വരുന്നു? ഒമാസത്തിലേക്ക് വരുന്നു. അതായത് റിസീവ്ഡ് ചൂട് കട്ട്സ് ആയിട്ടാണ് ഒമാസത്തിൽ വരുന്നത്. ഇവിടെ വെച്ച് വോളറ്റൈൽ ഫാറ്റി ആസിഡ്സ് അബ്സോർബ് ആകുന്നു. ഇനി ഏറ്റവും അവസാനത്തെ പാർട്ടാണ് അബോമാസം എന്ന് പറയുന്നത്. ഇതിനെയാണ് ട്രൂ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്, അല്ല ശരിക്കുള്ള സ്റ്റൊമക്ക്. ഇതിൽ വെച്ചിട്ടാണ് ആക്ച്വൽ ഡൈജഷൻ ആക്ടിവിറ്റി നടക്കുന്നതും ബാക്കി അബ്സോർപ്ഷനും എല്ലാം നടക്കുന്നതും. അപ്പം അങ്ങനെ 4 പാർട്സാണ് റൂമിനൻസിനുള്ളത്: റൂമൻ, റെട്ടിക്കുലം, ഒമാസം ആൻഡ് അബോമാസം. അബോമാസമാണ് ലാസ്റ്റ് പാർട്ടും, അതുകൊണ്ട് തന്നെ ട്രൂ സ്റ്റൊമക്ക് എന്നും പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൂ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ, ഫ്രൂട്ട് പ്രൊഡക്ഷൻ, സീ ഫിഷ് പ്രൊഡക്ഷൻ ആൻഡ് ദി ഓയിൽ പ്രൊഡക്ഷൻ. ബ്ലൂ റെവല്യൂഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫിഷ് പ്രൊഡക്ഷൻ ആണ്. അതായത് ബ്ലൂ റെവല്യൂഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫിഷ് പ്രൊഡക്ഷൻ. ഇത് എന്തിൻ്റെ എമർജൻസ് ആയിരുന്നു? അക്വാകൾച്ചറിൻ്റെ എമർജൻസ് ആയിരുന്നു ഈ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അക്വാകൾച്ചർ എന്താണ്? അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും കൾച്ചറിങ്ങിനെയാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ റെവല്യൂഷൻ എന്ത് ചെയ്യുന്നു? അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിനെയും എന്താണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റിഫ് ലാം ഡിസീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഓപ്ഷൻ എ വിറ്റാമിൻ ഇ, ഓപ്ഷൻ ബി വിറ്റാമിൻ B12, ഓപ്ഷൻ സി കാൽഷ്യം ആൻഡ് ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. സ്റ്റിഫ് ലാം ഡിസീസ് എന്തുകൊണ്ട് ആണ് ഉണ്ടാകുന്നത്? എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയോ അല്ലെങ്കിൽ സെലീനിയത്തിൻ്റെയോ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ സ്റ്റിഫ് ലാം ഡിസീസ് ഉണ്ടാകുന്നത്. ഇതൊരു ന്യൂട്രീഷണൽ മസ്കുലർ ഡിസ്ട്രോഫിയാണ്. ഇതിനെ വൈറ്റ് മസിൽ ഡിസീസസ് എന്ന് പറയുന്നു. WMD എന്നാണ് പറയുന്നത്, വൈറ്റ് മസിൽ ഡിസീസ്. ഇതൊരു ഡീജനറേറ്റീവ് മസിൽ ഡിസീസാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് സ്റ്റിഫ് ലാം ഡിസീസ് ഉണ്ടാകുന്നത്. ഇത് മെയിൻലി ലാർജ് ആനിമൽസിലും അതുകൊണ്ട് തന്നെ ലാമ്പിലുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതൊരു ന്യൂട്രീഷണൽ മസ്കുലർ ഡിസ്ട്രോഫിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് ഈസ് സ്പ്ലീനിക് ഫീവർ? ഓപ്ഷൻ എ ആന്ത്രാക്സ്, ഓപ്ഷൻ ബി FMD, ഓപ്ഷൻ സി സ്റ്റിഫ് ലാം ആൻഡ് ഓപ്ഷൻ ഡി കൗപോക്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആന്ത്രാക്സ് ആണ്. സ്പ്ലിനിക് ഫീവറിൻ്റെ വേറൊരു പേരെന്താണ്? ആന്ത്രാക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോഡ ഈസ് എ ബ്രീഡ് ഓഫ് ഓപ്ഷൻ എ കൗ, ഓപ്ഷൻ ബി ഗോട്ട്, ഓപ്ഷൻ സി ബഫല്ലോ ആൻഡ് ഓപ്ഷൻ ഡി പിഗ്. ടോഡ എന്തിൻ്റെ ബ്രീഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബഫല്ലോ ആണ്. ബഫല്ലോ, ടോഡ എന്ന് പറയുന്നത് ബഫല്ലോയുടെ ഒരു ബ്രീഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബ്രീഡ് ഓഫ് ചിക്കൻ ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ കോക്ക് ഫൈറ്റിംഗ്? കോക്ക് ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏത്
ചിക്കൻ്റെ ബ്രീഡാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ അസീൽ, ഓപ്ഷൻ ബി കദക്നാഥ്, ഓപ്ഷൻ സി ഫ്രിസിൽ ആൻഡ് ഓപ്ഷൻ ഡി ഗിരിരാജ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അസീൽ. അസീലാണ് മെയിൻലി കോക്ക് ഫൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിക്കൻ്റെ ബ്രീഡ്. താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.